കല അന്ന് പഠിച്ചത് കാരണം അത് എന്റെ ഉപയോഗം പിന്നീട് വലുതായി വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇന്ന് ഈശ്വരന്റെ അനുഗ്രഹത്താൽ, ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്താൽ ഇന്ന് എന്റെ ഉപജീവനമായി ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ കലാപ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ തന്നെ എന്റെ ഞാൻ അതുപോലെ തന്നെ അഭിനന്ദിക്കേണ്ടത് ഈ അമ്പലത്തിന്റെ ഈ വാദ്യകലാ കേന്ദ്രത്തെയാണ്. കാരണം ഇത് നടത്തുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്ര മെമ്പേഴ്സിനെ എത്ര ഹൃദയം കൊണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ക്ഷേത്ര കലകളെ ഇപ്പോഴും ആ എന്താ പറയാ പൂർണ്ണതയോടുകൂടി ആ ഒരു ഇതോടുകൂടി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എളുപ്പമുള്ള കാര്യമല്ല. ക്ഷേത്രകലകളെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഹൃദയം തുറന്ന അഭിനന്ദനം ഏർപ്പെടുത്തുകയാണ്. അപ്പോ വലിയ രീതിയിലൊന്നും എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ ഇത്തിരിയേ ഉള്ളൂ എനിക്ക് ഇത്തിരിയേ പറയാനുള്ളൂ, അതിന് ഇത്തിരിയേ വാക്കും വേണ്ടു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും വളരെ സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, ആരോഗ്യത്തോടു കൂടി നല്ല ജോലി ലഭിച്ച് നല്ലൊരു ജീവിതം നയിക്കാനാവട്ടെ. അതിന് നാഗരാജാവ് അതിനുള്ള എന്താ പറയാ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹം. കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതൊരു കലയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടാൽ നല്ലവണ്ണം ഒരു പുല്ലാങ്കുഴലിൽ വായിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ പുല്ലാങ്കുഴലിലേക്ക് പോയി കഴിഞ്ഞാൽ, അതേപോലെ ചെണ്ടയാണെങ്കിലും ശരി, മൃദംഗമാണെങ്കിലും ശരി, ഒക്കെ നമ്മൾ കലയിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അല്പനേരമെങ്കിലും ആ ദുഃഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് ബുദ്ധി നേരെ ഉപയോഗിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കല എന്നുള്ളത്